നമ്മളും അവരും ഒക്കെ മനുഷ്യരാണ്. എന്തുകൊണ്ട് നമ്മുടെ വീടുകളിലൊന്നും ഇത്രയും ആളുകൾ കൂടുന്നില്ല ഈ ആത്മീയത കേൾക്കാൻ? അവരുടെ ചുറ്റും ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു എനർജി പുറപ്പെടുന്നില്ലേ? മാതാ അമൃതാനന്ദമയി അമ്മ കടപ്പുറത്ത് ജനിച്ച ഒരു പെൺകുട്ടിയായി ആത്മീയതയിൽ ഇത്രയും വളർന്നു വന്നപ്പോൾ ഇത്രയും ജനങ്ങൾ, കേരളത്തിലുള്ള ജനങ്ങൾ അവരെ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഇത്രയും കെട്ടിക്കയറി കിടക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരാളെ കുറേ നാളല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ, ഇത്രയും വർഷം പറ്റിക്കാൻ പറ്റും. പക്ഷെ അവർ സൊസൈറ്റിയിലേക്ക് പോകുമ്പം സൊസൈറ്റിയാണ് പിന്നെ അവരെ വളർത്തുന്നത്. നന്മയും തിന്മയും എല്ലാം ആ സൊസൈറ്റിയാണ് പിന്നെ അവരെ മോൾഡ് ചെയ്യുന്നത്. ഒരമ്മയുടെ ആത്മീയത എന്ന് പറയുന്നത്, അവരുടെ ലൈഫ് എന്ന് പറയുന്നത് മക്കൾക്കൊരു മോഡലായിരിക്കും അല്ലേ, അവർക്കൊരു മാതൃകയായിരിക്കും. ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ചേച്ചി ഇനി ഗാനമേളയ്ക്കൊന്നും പോകരുത്. പക്ഷെ അതെൻ്റെ തൊഴിലല്ലേ, പാട്ടുപാടും ഈ ആധ്യാത്മികത ഞാൻ സംസാരിക്കുകയും ചെയ്യും. ആ ഒരു വെറൈറ്റിയാണ് എൻ്റെ ഈ പ്രഭാഷണത്തിനുള്ളത്. യാക്കോബക്കാരുടെ പള്ളിയിൽ അവരുടെ കുർബാനയുടെ രീതിയും അതുപോലെ. അപ്പം ഒരു മതത്തിനും അവർക്ക് വേർതിരിവൊന്നുമില്ല, മനുഷ്യനല്ലേ ഇതെല്ലാം വേർതിരിച്ച് കാണും. യൂട്യൂബിലൊക്കെ സാമവേദം ചൊല്ലിയിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ മുസ്ലിംസ് അവരുടെ പള്ളിയിൽ ആ വായിക്കുന്ന അതേ രീതി തന്നെയാണ്. നമ്മൾ ഓരോ പ്രഭാഷണം കഴിയുമ്പോഴും നമുക്ക് ഉള്ളിലുണ്ടാവുന്ന വികാരം എന്താണ്? അതെ അതെ അല്ലെ, ചിലപ്പോൾ ഭാഗവത സപ്താഹം നടക്കുന്ന വേദികളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ആത്മീയ ഉത്സവ വേദികളായിരിക്കും. അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും. അപ്പൊ നമ്മൾ ഗാനമേള പോകുമ്പോൾ അവിടെ ഒരു ആവേശത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പ് പ്രഭാഷണം ചെയ്തൊരു കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ പ്രഭാഷണം കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മാറ്റം ഉണ്ടാവില്ലേ? ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആത്മീയത കേൾക്കാൻ കുറച്ച് ആളുകൾ ഇരിക്കാറുണ്ട് ഇന്ന് എന്ന് വെച്ചാൽ ഇന്ന് കലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷം പുറത്തുണ്ട്. എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകണമെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതുകൊണ്ട് ആത്മീയത കേൾക്കാൻ കുറച്ച് സ്ത്രീകൾ കൂടുതൽ പേര് ഇരിക്കാറുണ്ട്. പക്ഷെ ഞാൻ അവരോടത്ത് ഇത് സംസാരിക്കുമ്പം ആത്മീയത എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദു മതത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ഇത് ഒരു മതവും ഒരു പ്രത്യേകം പർട്ടിക്കുലർ ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ഹിന്ദുമതം ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല, മുസ്ലിം മതം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ക്രിസ്തുമതത്തെ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല. ഇത് ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത് എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ള കാര്യങ്ങളാണ്. സാമവേദം നമ്മൾ യൂട്യൂബിലൊക്കെ സാമവേദം ചൊല്ലിയിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ മുസ്ലിംസ് അവരുടെ പള്ളിയിൽ ആ വായിക്കുന്ന അതേ രീതി തന്നെയാണ്. അവരാ ചൊല്ലുന്ന അതേ രീതിക്കാണ് ഈ സാമവേദം ചൊല്ലുന്നത്. സാമവേദം എന്ന് വെച്ചാൽ ഋക്ക്, യജുസ്, സാമ, അഥർവ 4 വേദങ്ങളുണ്ടല്ലോ നമുക്ക്. അതിലെ സാമവേദം ചൊല്ലുന്നത് ഇതേ രീതിയിൽ. അതുപോലെ തന്നെയാണ് ഈ യാക്കോബക്കാരുടെ പള്ളിയിൽ അവരുടെ കുർബാനയുടെ രീതിയും അതുപോലെ. അപ്പം ഒരു മതത്തിനും അവർക്ക് വേർതിരിവൊന്നുമില്ല, മനുഷ്യനല്ലേ ഇതെല്ലാം വേർതിരിച്ച് കാണുന്നത്. തീർച്ചയായിട്ടും അത് അവരുടെ രാഷ്ട്രീയമായിരിക്കാം. ആ രാഷ്ട്രീയ ഇത് ഇവിടെ കുറെ രാഷ്ട്രീയക്കാരാണ് ഇതിനെ ഇങ്ങനെ തമ്മിലടിപ്പിക്കുന്നത്. അല്ലാതെ ഇത് മനുഷ്യന് മാത്രം, മനുഷ്യനും ഈ ആത്മീയത പഠിക്കേണ്ട എന്താണെന്നറിയോ, അതിനകത്ത് മനുഷ്യനും പ്രപഞ്ചവും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആത്മീയത എന്ന് പറയുന്നത് അതാ, പ്രപഞ്ചം, ഈശ്വരൻ അല്ലെങ്കിൽ ഗുരുവും ശിഷ്യരും, നമ്മൾ മനുഷ്യർ. ഈ പ്രപഞ്ചം എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഈശ്വരന്മാർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നാണ് നമ്മുടെ ഹിന്ദുമതം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ ഈ ആത്മീയ യാത്രകളുണ്ട്. നമുക്കിപ്പോൾ കൈലാസത്ത് പോകണം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ മുരുടേശ്വരം പോകണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ആത്മീയ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ അങ്ങനെ യാത്ര ചെയ്ത് മൂകാംബിക മാത്രമേ പോയിട്ടുള്ളൂ. പോകണം. യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്ക് ഫുഡ് ഭയങ്കര പ്രശ്നമാണ്. ഗോതമ്പൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ഫുഡിന് തന്നെ കുറച്ച് ചൂസിയാണ് ഞാൻ. അതുകൊണ്ട് വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡ് ഭയങ്കര പ്രശ്നമാകും. വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗോതമ്പല്ലേ കഴിക്കാൻ കിട്ടത്തുള്ളൂ. നമ്മളെ പോലെ ചോറ് കിട്ടാൻ അതാണ്, ഞാൻ ചോറിന്റെ ആരാധിക. ചോറാണ് ഇഷ്ടം. എനിക്ക് ചോറാണ് ഇഷ്ടം. ഞങ്ങളെല്ലാം ചോറിന്റെ ആൾക്കാരാണ്. അതാ, നമുക്ക് ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അയ്യോ അതാ ഏറ്റവും വലിയ ചലഞ്ച്. പറഞ്ഞാൽ റെക്കോർഡിംഗ് ആണ്. കേരളം വിട്ടാനുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാ, നല്ല ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്നെ പ്രായമൊക്കെ ആയതുകൊണ്ട് ഫുഡിന് ഞാൻ കുറച്ച് നല്ലോണം ശ്രദ്ധിക്കും. എനിക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ ഇപ്പം. എന്നുവെച്ചാൽ ചോറ്, അതിന് എന്തെങ്കിലും 1-2 കറികളൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് കഴിക്കാൻ ഇഷ്ടം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയോ അങ്ങനെയൊക്കെ കഴിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം വലിയ വലിയ സ്ഥലങ്ങളിലേക്ക്, കേന്ദ്രങ്ങളിൽ പോകാനൊരു പേടിയുണ്ട്. ഇപ്പൊ ഈ ശ്രീ എമ്മിനെ പോലെ, രവിശങ്കർ പോലെ, സദ്ഗുരുജിയെ പോലെ, അപ്പോൾ ഇവരെയൊക്കെ കാണാനും സംസാരിക്കാനൊക്കെ സദ്ഗുരുവിനെ കാണാൻ ഞാൻ പോകുന്നുണ്ട്. അവിടെ എന്താണ് ഒരു പ്രത്യേകത എന്തായിട്ട് തോന്നിയിട്ടുണ്ട്? ഞാൻ ചോദിക്കട്ടെ, നമ്മളും അവരും ഒക്കെ മനുഷ്യരാണ്. എന്തുകൊണ്ട് നമ്മുടെ വീടുകളിലൊന്നും ഇത്രയും ആളുകൾ കൂടുന്നില്ല ഈ ആത്മീയത കേൾക്കാൻ? അവർ പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ പുറത്തേക്കൊന്ന് വരുമ്പോഴോ
അവരുടെ ചുറ്റും ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു എനർജി പുറപ്പെടുന്നില്ലേ? തീർച്ചയായും. അമ്മ മാതാ അമൃതാനന്ദമയി അമ്മ സാധാരണയായി ഒരു കടപ്പുറത്ത് ജനിച്ച ഒരു പെൺകുട്ടിയായി ആത്മീയതയിൽ ഇത്രയും വളർന്നു വന്നപ്പോൾ ഇത്രയും ജനങ്ങൾ, കേരളത്തിലുള്ള ജനങ്ങൾ അവരെ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുറത്തുള്ള ആളുകൾ അവരുടെ ഉള്ളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ അവിടെ ഇത്രയും കെട്ടിക്കയറി കിടക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരാളെ കുറെ നാളല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ, ഇത്രയും വർഷം പറ്റിക്കാൻ പറ്റില്ല. എന്തോ ശക്തി ഇല്ലേ? എപ്പോഴും ഈ മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട്, സായിപ്പ് പറഞ്ഞാൽ മാത്രമേ മലയാളി അംഗീകരിക്കൂ. അതെ, മലയാളികളാണെങ്കിൽ അവരെ അംഗീകരിക്കേയില്ല. ഒരു മലയാളിയാണ് പറയുന്നത് അംഗീകരിക്കില്ല. സായിപ്പ് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കും. പക്ഷെ മലയാളികൾക്ക് ഒരു നേച്ചറുള്ളതെന്ന് വെച്ചാൽ അവരെ അംഗീകരിക്കത്തില്ല. അവരെ നല്ലതായാലും ചീത്തയായാലും ഒരു നല്ലൊരു കാര്യം ചെയ്താൽ അതിന്റെ താഴെ ഇടുന്ന കമന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഒരു സംഭവം പിന്നെ ചെയ്യില്ല. അങ്ങനെയുള്ള കുറച്ച് ആളുകളും ഉണ്ട്. കമന്റ് വായിക്കാറുണ്ടല്ലേ? കമന്റ് ഇടയ്ക്കൊക്കെ വായിക്കും. നിശിതമായിട്ട് വിമർശിക്കുന്നവരെ നമ്മൾ ബഹുമാനിക്കണം. കാരണം നമ്മൾ അവരുടെ വിലയേറിയ സമയം എടുത്താൽ നമ്മളെ ഇതെല്ലാം കേൾക്കാനും വിമർശിക്കാനും അവർ സമയം കണ്ടെത്തുന്നത്. ചില കമന്റുകൾ നോക്കുമ്പോഴേ നമുക്ക് പിന്നെ അങ്ങോട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവും. ചിലപ്പോൾ യഥാർത്ഥ സംഭവത്തിലേക്കായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് പോകാൻ സാധ്യത കൂടുതൽ. അതിനൊരു കാര്യം ചെയ്താൽ മതി. എന്താ അറിയോ, ആരും വിമർശിച്ചോട്ടെ, ഇപ്പം മോദിജിയെ പോലെയൊക്കെ ഉള്ള ആളുകളെയൊക്കെ നിരന്തരം കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അവരവരുടെ കർമ്മം നിർത്തിയിട്ടുണ്ടോ? എല്ലാം നിർത്തിയിട്ട് അവർ പോയിട്ടുണ്ടോ? ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു പാഠമുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി വരയണം എന്ന് എഴുതി വെച്ചിരിക്കുന്ന വെറുതെയല്ല. അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് മറ്റുള്ളവർക്കൂടെ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ആ കർമ്മം നമുക്ക് മരിക്കും വരെ ചെയ്യാം. നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ്. തീർച്ചയായും നമ്മുടെ തൊഴിൽ, അതാണ് നമ്മുടെ കർമ്മം. ആ കർമ്മമാണ് ധർമ്മം. ആ ധാർമ്മികത ആ കർമ്മത്തിനുണ്ടെങ്കിൽ അത് മരിക്കുന്നവരെ നമുക്ക് ചെയ്യാം. അതിനാര് ക്രിട്ടിസൈസ് ചെയ്താലും നമ്മൾ അതിനകത്ത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എന്താ അറിയോ, നമ്മൾ ചെയ്യുന്നത് നല്ലതാണെന്ന് നമുക്കും അറിയാം, നമ്മുടെ ദൈവത്തിനും അറിയാം, നമ്മുടെ മനസാക്ഷിക്കറിയാം. നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നതാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ. അതിനെ വ്യതിചലിച്ച് നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം. തീർച്ചയായിട്ടും അതിനുള്ള വഴികളൊക്കെ നമ്മളത് ചെയ്യാനുള്ള തടസ്സങ്ങളൊക്കെ ഈ യൂണിവേഴ്സൽ പവർ മാറ്റിത്തരും. അത് നമുക്ക് ചെയ്യാനുള്ള ധൈര്യം തരും നമുക്ക്. എന്തായാലും ഈ ഗാനമേള വേദികളിൽ ഫാസ്റ്റ് ഗാനങ്ങൾ പാടൂലേ അല്ലേ? ഇപ്പൊ ഞാൻ പാടും. എനിക്ക് ആളുകൾ ആവശ്യപ്പെടുന്ന പാട്ടുകളെല്ലാം ഞാൻ പാടും. അപ്പോൾ ഈ ഫാസ്റ്റ് പാടുന്ന ആളെ തന്നെ ഈ ആത്മീയത പറയുമ്പോഴും ആൾക്കാർ പെട്ടെന്ന് ചിന്തിക്കും, ഓ ഗാനമേളയിൽ വേറൊരു താരം. ഇന്ന് ശരിക്കും നമ്മൾ അറിയണമെന്നെങ്കിൽ വെറുതെ ഇങ്ങനെ സംസാരിച്ചാൽ മതി അല്ലേ? നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കാനും. കറക്റ്റ് അല്ലേ? ഒരാളുടെ നേച്ചർ അറിയണമെങ്കിൽ അവരോട് ഒരു 5 മിനിറ്റ് നേരം സംസാരിച്ചാൽ മതി. അവരെന്താണെന്ന് നമുക്ക് അപ്പോഴും പിടികിട്ടും. എന്താ അറിയോ, അത് നമ്മുടെ ഉള്ളിലും കുറച്ച് നന്മയൊക്കെ വേണം, എങ്കിലേ അവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുറച്ചധികം ആളുകളുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് പറ്റും. കാരണം നിങ്ങൾ ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്യുന്നതുകൊണ്ട് ഒരാളിനെ നമ്മളൊരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ അവർ എങ്ങനെയുള്ള ക്യാരക്ടറാണെന്ന് നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ആത്മീയത ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അന്തരീക്ഷം ഒരു പോസിറ്റീവ് ആണ്. സീരിയസ് ആയിട്ട് അത് നമ്മൾ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാനും ഗാനമേളയ്ക്ക് പോകുന്നുണ്ട്, പാടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന വൈബ് അല്ല ഒരു ആത്മീയ കേന്ദ്രത്തിൽ കിട്ടുന്നത്. അപ്പം അവിടെ ഒരാള് ഒരു തൊഴിലിന് വേണ്ടി നിന്ന് സംസാരിക്കുമ്പോഴും അയാളെ പിന്നെ ഈ ആത്മീയത കാര്യങ്ങൾ പറയുമ്പോഴും മറ്റൊരു രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. ഇവര് പറയുന്നതൊക്കെ കറക്റ്റ് ആവോ? നമ്മളിപ്പം നമ്മുടെ തൊഴിലാണ് ഗാനമേള എന്ന് പറയുന്നത്. ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ചേച്ചി ഇനി ഗാനമേളയ്ക്കൊന്നും പോയത്. പക്ഷെ അതെന്റെ തൊഴിലല്ലേ, അതെനിക്ക് ദൈവം തന്നൊരു കഴിവാണ്. അത് എനിക്ക് പാടിയേ എനിക്ക് അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. അതെന്റെ ഒരു കഴിവാണ്. അതിലൂടെയാണ് ഞാൻ ആലിസ് എന്നൊരു വ്യക്തിയായി മാറിയത്. അപ്പം ഞാനിപ്പം പ്രഭാഷണം ചെയ്യുമെങ്കിൽ അതിനു മുമ്പ് ഞാൻ കുറെ പാട്ടുകൾ പാടും. ആളുകൾ എന്നെ പാട്ട് പാടിയിട്ട് 5-6 പാട്ടോടെ പാടാൻ പറയും. പാട്ട് പാടും. ഈ ആധ്യാത്മികത ഞാൻ സംസാരിക്കുകയും ചെയ്യും. ആ ഒരു വെറൈറ്റിയാണ് എൻ്റെ ഈ പ്രഭാഷണത്തിനുള്ളത്. തീർച്ചയായിട്ടും ഈ വെറൈറ്റി ആയിട്ട് ഇനി ഒരുപാട് കാലം മുന്നോട്ട് പോകണം. ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിനൊരു സന്തോഷവും. എനിക്ക് സമൂഹത്തെ നന്നാക്കാനല്ല എനിക്കിഷ്ടം. എനിക്ക് എൻ്റെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തികളെയും അവരുടെ മനസ്സ് മനസ്സിലാക്കി അവരെ നല്ലതാക്കി മാറ്റണം. ഒരാൾ മാറിയാൽ നമ്മളെ അത്രേ ഉള്ളൂ. നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, നമ്മൾ ഈ സമൂഹത്തെ മൊത്തം ഒന്നും നന്നാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് ഓരോ വ്യക്തികളോട് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ MDMAയുടെയും അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അവർ ശരിക്കും അവരുടെ സ്വത്തുമൊക്കെ മറന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്തരമുള്ള കലാപരമായിട്ട് അവർ മുന്നോട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ കല മുന്നിൽ നിൽക്കും, ബാക്കിയെല്ലാം പിന്നിലേ വരുള്ളൂ. ഒരു കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇപ്പോഴത്തെ ഈ തലമുറയെ കണ്ടിട്ട് നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ഒരമ്മ വിചാരിച്ചാൽ ഇതൊക്കെ മാറ്റാവുന്നുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ. പക്ഷെ അവർ സൊസൈറ്റിയിലേക്ക് പോകുമ്പം സൊസൈറ്റിയാണ് പിന്നെ അവരെ വളർത്തുന്നത്. നന്മയും തിന്മയും എല്ലാം ആ സൊസൈറ്റിയാണ് പിന്നെ അവരെ മോൾഡ് ചെയ്യുന്നത്. പക്ഷെ അതിലേക്ക് പോവാതിരിക്കാൻ, ആ സൊസൈറ്റിയിൽ ഇനി എന്തുണ്ടായാലും അത് കാണുകയോ കേൾക്കുകയോ അത് എടുക്കുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളെ വീട്ടിൽ അവരെ നല്ലോണം ആത്മീയതയിൽ വളർത്തിയാൽ മതി. ഒരു അമ്മയുടെ ആത്മീയത എന്ന് പറയുന്നത്, അവരുടെ ലൈഫ് എന്ന് പറയുന്നത് മക്കൾക്കൊരു മോഡലായിരിക്കും അല്ലേ, അവർക്കൊരു മാതൃകയായിരിക്കും. അവർക്കൊരു ഭയം ഉണ്ടാവും. അമ്മ നല്ലോണം പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നല്ലോണം പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് എന്തായാലും ഭയം ഉണ്ടാവും. ഇത് വീട്ടിലും നമ്മൾ ഈ സൊസൈറ്റിയുടെ ലൈഫ് നമ്മുടെ വീട്ടിലേക്കും കൂടെ കൊണ്ടുവന്നാൽ നമ്മുടെ എല്ലാത്തിനും താളം തെറ്റും. മനസ്സിലായോ? തീർച്ചയായും ഒരു അമ്മമാർക്കാണ് ശരിക്കും കുട്ടികളെ നല്ലോണം വളർത്താൻ പറ്റുന്നത്.